എല്ലാവർക്കും ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈസ്റ്റർ വ്ലോഗ് എടുക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. ഇത് ഞങ്ങളുടെ പള്ളിയിലെ വിശുദ്ധ കുർബാനയാണ്. പള്ളിയിലൊക്കെ വൈകിട്ട് പോയി. ഞങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ടായിരുന്നു, രാത്രിയിലായിരുന്നു. പള്ളിയിലൊക്കെ പോയി സർവീസിനൊക്കെ പങ്കെടുത്ത് വിശുദ്ധ കുർബാനയൊക്കെ കൈക്കൊണ്ട് ഞങ്ങൾക്ക് തിരുമേനി ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെയും തിരുമേനിമാരുടെയും എല്ലാം സാന്നിധ്യം കൊണ്ട് വിശുദ്ധ കുർബാന വളരെ അനുഗ്രഹമായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞു. സന്തോഷത്തോടെ അങ്ങനെ ഒരു ഈസ്റ്ററോടെ കൊണ്ടാടുവാൻ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ഇടയാക്കി. ആയുസിൻ്റെ അങ്ങനെ പള്ളിപ്പനൊക്കെ ഇടയാക്കി. ആയുസിൻ്റെ ഒരു വർഷം കൂടെ ദൈവം ദാനം തന്ന ഈസ്റ്ററോടെ നല്ല ആളായിരുന്നു, നല്ല അനുഗ്രഹമായിരുന്നു. എല്ലാം കൂടി രാവിലത്തെ പള്ളിയെല്ലാം കഴിഞ്ഞ് വന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കി, വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കി. 2 ടൈപ്പ് ചിക്കൻ സ്റ്റൂ ഇരിക്കുന്ന ലൈറ്റ് റെഡ് കളർ പോലത്തെ ചിക്കൻ സ്റ്റൂ ഞാൻ ഉണ്ടാക്കിയതാണ്. മറ്റേ ചിക്കൻ സ്റ്റൂ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഉണ്ടാക്കിയതാണ്. ആൻറ്റി എനിക്ക് കുറച്ച് തന്നതാണ്. ആക്ച്വലി എനിക്ക് മഞ്ഞിച്ചിരിക്കുന്ന ഇഷ്ടമല്ലാഞ്ഞുകൊണ്ട് ചെറിയ മുളക് പൊടി ചേർത്ത്, അതുകൊണ്ടാണ്. ഇത് നിങ്ങൾ കാണുന്നത് ലഞ്ചാണ്. ലഞ്ച് ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലെ പ്രോൺസ് ഫ്രൈനും ചിക്കൻ ഫ്രൈ ചെയ്യാനും എല്ലാം അരച്ച് വരട്ടി വെച്ചു, തോരൻ വെച്ചു, മോര് കാച്ചി, ചോറ് വെച്ചു, എല്ലാം വെച്ചു. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തെ ആൻറ്റി, മേൽക്കുട്ടി ആൻറ്റി, അലക്സങ്കളും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻറ്റി. അപ്പം ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിയുടെ മക്കൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വെക്കേഷന് പോയേക്കുമായിരുന്നു. മോൻ കാനഡയിലാണേ. അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അലക്സങ്കളും ആൻറ്റി മാത്രമുള്ളതുകൊണ്ട് ഞങ്ങളെയും ക്ഷണിച്ചു അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇരിക്കുന്നതിൽ അലിമാമയാണ്. അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരും കൂടെ അടിപൊളിയാക്കി. ഈസ്റ്ററിൻ്റെ ലഞ്ച് സൂപ്പറാക്കി. എൻ്റെ പ്രോൺസ് ഫ്രൈയും ചിക്കൻ ഫ്രൈയൊക്കെ ഫ്രൈ ചെയ്യാൻ വീട്ടിൽ അരച്ച് വരട്ടി ഇരിപ്പുണ്ട്. പക്ഷെ എന്താ ചെയ്യാനാ, ആൻറ്റി പറഞ്ഞപ്പം ഞങ്ങളും കൂടെ ഇവിടെ കൂടി. ഒരു രസമായിരുന്നു. അങ്കിളിൻ്റെ ഒരുപാട് കാര്യങ്ങളും, ആക്ച്വലി അങ്കിൾ ഒരുപാട് നമ്മളോട് സംസാരിക്കും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അറിവാണ്. ചിലതൊക്കെ ഒത്തിരി ചിരിക്കാനും ഉണ്ടായിരുന്നു. നല്ല രസമാണ് ആൻറ്റിയുടെ കൂടെ, അങ്കിളിൻ്റെ കൂടെ ആൻറ്റിയുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. രാത്രിയായപ്പം ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് താല്പര്യമായിരുന്നു ഒരു മന്തി കഴിക്കണമെന്ന്. മോളൊക്കെ 50 ദിവസവും നൊയമ്പായിരുന്നേ. അപ്പം മോള് വന്നിട്ടുണ്ടായിരുന്നു. അവൾ 50 ദിവസമൊക്കെ നൊയമ്പായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു മന്തി കഴിക്കണമെന്ന്. അപ്പം റീച്ചാൻ ഈ മന്തി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് മോളുടെ കൂടെ പോകുമ്പോഴാണ് അതൊരു ശരിയാവുന്നത്. അപ്പം ഒരു കൂട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ പോയത് അബുദാബിയിലാണ്. അബുദാബിയിൽ സൗദി ക്യൂസിൻസ് ആണ് പറയുന്നത്. പക്ഷെ സൗദി കിച്ചൺ എന്നാണ് നമ്മുടെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുക. സൗദി കിച്ചൺ മുഷ്രിഫിൽ. സൂപ്പറായിരുന്നു കേട്ടോ. ഈ മുഷ്രിഫ് മോളാണ് ഇത്. മുഷ്രിഫ് മോളുടെ തൊട്ട് ഓപ്പോസിറ്റാണ്. ഗൂഗിളിൽ സൗദി കിച്ചൺ അടിച്ചു കൊടുത്താൽ മതി, മുഷ്രിഫ് അടിച്ചു കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾ എവിടെ കൊണ്ടുപോകണം. ഒരു കൺഫ്യൂസിങ്ങും ഇല്ലാത്ത ഒരു വഴിയാണ്. നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അവിടെ പോവുകയാണ്. ഞാനും മോളും റീജാനും ഞങ്ങൾ 3 പേരും കൂടെ പോവാണ്. അപ്പം ഞങ്ങൾ മാത്രമായ ഒരു രസമില്ല. അപ്പോൾ അബുദാബിയിലെ റീജാൻ്റെ കസിൻസ്, അതായത് ഞങ്ങളുടെ കസിനുണ്ട്, അവർ ഫാമിലി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവരോടും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോവാം, നമുക്ക് ഒന്നിച്ചങ്ങ്. ഇത് നേരത്തെ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത സംഭവമായിരുന്നു. വൈകിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ റീച്ചൻ ഞാൻ സൗത്ത് കിച്ചണിൽ നിന്ന് മന്തി കഴിക്കണമെന്ന് നല്ലതായിട്ടാണ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഒന്ന് പോകണമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റീച്ചൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇപ്പോൾ എന്താ നേരത്തെ പറയാതിരുന്നതെന്ന്. ഞാൻ നോമ്പൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അതിന് മുന്നേ പറയാതിരുന്നത്. റീച്ചാൻ്റെ കൂടെ പോയി. റീച്ചാന് മന്തിയോട് വലിയ താല്പര്യമില്ലേ, മന്തി ഇഷ്ടമല്ല, മസാല ഒന്നും ഒത്തിരി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ റീച്ചാൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു കമ്പനി കിട്ടത്തില്ല, കഴിക്കാൻ ഒരു രസം ഉണ്ടാകത്തില്ല. കഴിക്കുന്നവരും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്കും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരും മോളും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം റീച്ച അപ്പം റെഡിയായി. എന്നാ പെട്ടെന്ന് റെഡിയാകും, നമുക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോൾ ഇവിടുന്ന് അവിടെ 1 മണി വരെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത്, പക്ഷെ 1 o'clock വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ടൈമിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ അവിടോട്ട് ഓൾമോസ്റ്റ് എത്തി. ആ മോൾ നിങ്ങൾ കാണുന്നില്ല, അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു മോളുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നമുക്ക് ഒരു തെറ്റത്തുമില്ല വഴികളും. ഇനി അടുത്തൊരു റൈറ്റ് കയറി ലെഫ്റ്റ് എടുക്കുമ്പം അതിൻ്റെ മുമ്പിലെത്തും.
നല്ല രസമായിരുന്നു. മോൻ ഇവിടെ ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു സത്യത്തിൽ. ആദ്യമായിട്ടാണ് മോനില്ലാത്തൊരു ഈസ്റ്റർ, പിള്ളേരില്ലാത്തൊരു ഈസ്റ്റർ അല്ല ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആവത്തില്ല. എനിവേ എന്നാലും മോള് ഉള്ളതുകൊണ്ട് ഒരുപാട് സമാധാനം, ഒരാളെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യം. കൊച്ചിന് 50 ദിവസം നൊയമ്പായിരുന്നു. അവൾ 50 ദിവസം കഴിഞ്ഞപ്പോൾ കഴിയുന്നതിൻ്റെ തലേദിവസം അവൾ പറഞ്ഞു, അമ്മ ഈസ്റ്ററിന് എനിക്ക് അപ്പം വേണം, ചിക്കൻ സ്റ്റൂ വേണം, ചിക്കൻ ഫ്രൈ വേണം, പ്രോൺസ് ഫ്രൈ വേണം, സമ്മന്തി വേണം എന്നൊക്കെ പറഞ്ഞു. കുറേ ആയിട്ടാണ് സമ്മന്തി ആക്ച്വലി വെജാണ്, പക്ഷേ അവരുടെ അവിടെ സമ്മന്തി ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ അതിൻ്റെ മുൻപിലെത്തി. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് പാർക്കിംഗ്. ഞങ്ങൾക്ക് ഏതായാലും എൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടി. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവരിവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ കുറേ വണ്ടികളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുക ഇത്രയും വണ്ടികൾ, ഈ ആൾക്കാരല്ല ഇവരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയും ഈ ആൾക്കാർക്കൊക്കെ വീട്ടിലിരുന്നൂടെ, ഇവരെല്ലാം എന്തിനെ ചുമ്മാ അങ്ങ് പറയുക ഞാൻ. പിന്നെ അതിൽ ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. ഞങ്ങൾ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തു. നല്ല സ്പേഷ്യസ് ആണ്, നല്ല നീറ്റാണ്. എനിക്കത് അവിടുത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഈവൻ വാഷ്റൂം ആണെങ്കിൽ പോലും എന്തൊരു നീറ്റാണെന്നറിയാമോ, നല്ല നീറ്റാണ്. അപ്പം നമ്മൾ ഇത്രയും ദൂരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ നീറ്റാണ്, നമുക്ക് നല്ലതായിട്ട് സമാധാനമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ അവരുടെ ആ പോകുന്ന വഴി തന്നെ ഒരു 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 വെറൈറ്റിയാണ്, ഒരു രസമാണ്. നമുക്ക് മനസ്സിന് നല്ല സമാധാനം, ഒരു സന്തോഷം നമുക്ക് കിട്ടും. എന്താണ് ആർച്ച് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമായിരുന്നു. ഒരു നൈറ്റൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റിൻ്റെ ഒരു കാര്യം കൂടെ ഒക്കെ വന്നപ്പോൾ ഒന്നുകൂടെ രസമായി. അങ്ങനെ ഞങ്ങൾ അതിനകത്തോട്ട് കയറുകയാണ്. അപ്പം സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ നേരത്തെ ആക്ച്വലി ബുക്ക് ചെയ്തൊന്നുമില്ല, കാരണം ഞാൻ പറഞ്ഞില്ല ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വരവായതുകൊണ്ട് സീറ്റൊന്നും ബുക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു രാത്രി ആയായിരുന്നു, കുറച്ച് ലേറ്റ് ആയിരുന്നു, പെട്ടെന്നൊരു വരവായതുകൊണ്ട് അറിയത്തില്ല. നമുക്ക് അകത്ത് പോയി നോക്കാം എങ്ങനെയാ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് വലിയ ഒരു റെസ്റ്റോറൻറ്റാണ്, നല്ല വലുതാണ്. അപ്പം സീറ്റിന് ബുദ്ധിമുട്ടില്ല എന്നൊക്കെ വിചാരിച്ച സമാധാനത്തോടാണ് അകത്തോട്ട് കയറി. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആൾ നമ്മുടെ അടുത്ത് വന്ന് എത്ര പേരുണ്ട്, നിങ്ങൾക്ക് താഴെ ഇരിക്കണോ അതോ ടേബിളിൽ കസേരയിലെ ചെയറിലിരിക്കണം, ടേബിളും ചെയറും വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല, താഴെ ഇരിക്കാൻ ഞാൻ ഓക്കെയാണ്. എനിക്കിഷ്ടമാണ് താഴെ ചമ്പരം പൊട്ടിയിരുന്ന ഫുഡൊക്കെ കഴിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അത് ആകണമെന്നില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു വേണ്ട നമുക്ക് ടേബിളിൽ സെറ്റാക്കിയാൽ മതി, ടേബിളും ചെയറിലും ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ലാം മന്തി പറഞ്ഞു, ഒരു ചിക്കൻ മന്തി പറഞ്ഞു, ഒരു ഫത്തൂഷ് പറഞ്ഞു. ഫത്തൂഷ് എന്ന് പറയുന്നത് ഒരു സാലഡ്സാണ്, അടിപൊളി സാലഡായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നേ. അപ്പം ഞാൻ മന്തി കഴിക്കുകയാണേ. ആക്ച്വലി ഞാൻ ഇത് എന്തു പറയുന്നത് അപ്പം തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ കമൻറ്റ് അപ്പം തന്നെ പറഞ്ഞു. പക്ഷെ അവിടെ ഭയങ്കര ശബ്ദം, അപ്പുറം ഇപ്പുറം ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ ഇനി കൈ പൊക്കി ചോദിച്ചാൽ അവന് കൈ താത്ത് വെക്കാതെ ഞാൻ അവരോട് പറയാം എല്ലാവരും മിണ്ടായിരിക്കും, എനിക്ക് ഇത് പറയണമെന്നൊക്കെ. കുറച്ച് ടേസ്റ്റ് ചെയ്തു, പക്ഷെ സൂപ്പറാട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിക്കും ഇതിന് മസാലയൊന്നുമില്ലല്ലോ എന്ന്, പക്ഷേ അല്ല, അടിപൊളി ടേസ്റ്റ്. ഞാൻ പലയിടത്തും മന്തി പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടുത്തെ സൗദി കിച്ചണിലെ മന്തി ഒരു രക്ഷയില്ല. എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല അടിപൊളി രുചിയാണ്. എൻ്റെ പ്ലേറ്റും ഒക്കെ എല്ലാം വടിച്ച് ക്ലിയർ ചെയ്ത് ലാസ്റ്റ് ഒരു പീസാണ് അത്, ലാസ്റ്റ് സംഭവമാണ്. അതും ഞാൻ കഴിച്ചു. ഇതൊരു ടേസ്റ്റ് ആണെന്ന് പറയാം. അവരുടെ കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്ന ടൊമാറ്റോ ചട്നി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു രക്ഷയിലുണ്ട്. എല്ലിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ നിങ്ങൾ നോക്കി, അപ്പോൾ എന്ത് ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനത് കഴിച്ച്. പിന്നെ ഒരു പ്രോൺസ് ഉണ്ടായിരുന്നു, പ്രോൺസും അതിൻ്റെ കൂടെ ഞങ്ങൾ പറഞ്ഞായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ റീച്ചൻ്റെ മന്തിയോട് ഒത്തിരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പ്രോൺസിൻ്റെ ഐറ്റം കൂടെ പറഞ്ഞായിരുന്നു. ആ പ്രോൺസ് ഒരെണ്ണം ഞാൻ ആദ്യം എടുത്ത് പ്ലേറ്റിൽ വെച്ചേ, പിന്നെ കഴിച്ചേയില്ല, കാരണം മറ്റേതിൻ്റെ ടേസ്റ്റ് പോകാതിരിക്കാൻ. അതിൻ്റെ കൂടെ ഞങ്ങൾ ജ്യൂസ് പറഞ്ഞു, ഫ്രഷ് ജ്യൂസ് ആയത് പൈനാപ്പിൾ പറഞ്ഞു, പിന്നെ മാംഗോ പറഞ്ഞു, അവക്കാഡോ പറഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതും. പിന്നെ ഒരു കുനാഫ പറഞ്ഞു, ചീസ് കുനാഫയാണ് പറഞ്ഞത്. ഞാൻ ഇത് റീച്ചൻ ഒഴിച്ചായിരുന്നു. റീച്ചൻ കുറച്ച് ഒഴിക്കുന്നു. റീച്ചൻ ഒത്തിരി മധുരമാകും, വേണ്ട ഒത്തിരി മധുരം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശകലം ഒഴിച്ചു. ഞാൻ ആദ്യം കുറച്ചെടുത്ത് വായി വെച്ചു, പക്ഷേ ആ എന്താ പറയുന്നത്, ആ ഷുഗർ സിറപ്പ് കുറച്ചുകൂടെ ഒഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വായിൽ കിട്ടുള്ളൂ.
കണ്ടോ ചീസാണ് നല്ലതായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. കുറച്ച് ചൂടൊക്കെ ആയിരുന്നെടുത്ത് കഴിച്ച് നോക്കുവാണേ. എനിക്കിഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കുനാഫയാണ്. കുനാഫ ഇഷ്ടം, പക്ഷേ കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് വേണം. എന്നാലും അതിനൊരു അത് വന്ന് എന്താ പറയുന്നത് ഒരു എല്ലാം കൂടെ ചേർന്ന് മെൽറ്റായിട്ട് വരണമെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ ആ വെള്ളമയം എല്ലാം കൂടെ വരുമ്പോഴേ അതിന് ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ചുകൂടെ കഴിച്ച് നോക്കുവാണ്. ചീസിൻ്റെ ഇതായതുകൊണ്ട് നമുക്കതിങ്ങനെ വലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എനിവേ കിട്ടി. എന്നിട്ട് കുറച്ചുകൂടെ കഴിച്ച് നോക്കുകയാണേ. അതും കൂടെ വരുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നേ പറഞ്ഞുള്ളൂ, കാരണം മന്തി കഴിച്ച് ഞങ്ങൾ ആക്ച്വലി ചിക്കൻ ആദ്യം ഒന്ന് പറഞ്ഞു, ചിക്കൻ മന്തി ഒരു ലാം മന്തിയും പറഞ്ഞു. രണ്ടാമത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലാം ഫുള്ളായത് മീൻസ് തീർന്നു എന്ന് പറഞ്ഞു, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ലാമ്പ് വേണ്ടായിരുന്നു, ചിക്കൻ പിന്നെ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ചിക്കൻ മന്തി ഒരു ലാമ്പുമാണ് മേടിച്ചത്. ഒരു മന്തിക്കകത്ത് 3 പീസസ് ആണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പോകുമ്പോൾ ഓർഡർ ചെയ്യാവൂ. എനിക്ക് ലാമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ചിക്കൻ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഈസ്റ്റർ ആകട്ടെ. ബൈ, താങ്ക് യു സോ മച്ച്.